ആരാണ് യഥാർത്ഥ ഭാഗ്യവാൻ? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവവചനത്തിൽ നിരവധി ഭാഗ്യവാന്മാരെ പറ്റി നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. 32-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യപ്രകാരം നാം വായിക്കുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ നാം പരിശോധിക്കുമ്പോൾ അനവധിയായ ഭാഗ്യവാന്മാരെ കാണുവാനായിട്ട് കഴിയുന്നു. യഹോവയെ ഭയപ്പെടുന്നവർ, അവൻ്റെ കൽപ്പനകൾ ഇഷ്ടപ്പെടുന്നവർ, അങ്ങനെ നിരവധി ഭാഗ്യവാന്മാരെ കാണുന്നുണ്ട്. ഇവിടെ പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. തീർച്ചയായും നാം എല്ലാം ഭാഗ്യവാന്മാരാണ്. കാരണം നമുക്ക് വേണ്ടി ഒരിക്കലായി സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപങ്ങളെല്ലാം അവൻ ഏറ്റെടുത്ത്, നമ്മുടെ ലംഘനങ്ങളെയെല്ലാം അവൻ ഏറ്റെടുത്ത്, നമ്മുടെ അകൃത്യങ്ങളെയെല്ലാം അവൻ ചുമന്ന്, യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ നമ്മുടെ അകൃത്യമെല്ലാം അവൻ ചുമന്നു, നമ്മുടെ പാപമെല്ലാം അവൻ വഹിച്ചു. ഒരു അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്നുകൊടുത്തു. ഒരു പാപപരിഹാര കുഞ്ഞാടായി അവൻ മാറി. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഏവരും ഭാഗ്യവാന്മാരാണ്. നമ്മുടെ ലംഘനം അവനാൽ മറയപ്പെട്ടു. യോഹന്നാൻ പറയുന്നത് പോലെ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ലംഘനം ക്ഷമിച്ച് പാപം മറച്ചു കിട്ടിയ നാം ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. യഹോവ അകൃത്യം കണക്കിടാതെ ഇരിക്കുന്ന നാം ഭാഗ്യവാന്മാരാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക്, ഈ വീണ്ടെടുപ്പിലേക്ക്, യേശുക്രിസ്തുവിലൂടെ സൗജന്യമായി ലഭിക്കുന്ന ഈ നിത്യരക്ഷയുടെ അവകാശത്തിലേക്ക് എന്നെ കേൾക്കുന്ന കേൾവിക്കാരാരെങ്കിലും എത്തപ്പെട്ടിട്ടില്ല എങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്കായുള്ള സമയമാണ്. ഈ കർത്താവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരായി, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി, ലംഘനം ക്ഷമിക്കപ്പെട്ടവരായി, പാപം മറച്ചു കിട്ടിയവരായി, അകൃത്യം മറയപ്പെട്ടവരായി, ഒരു പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ ദൈവം ഈ പ്രഭാതത്തിൽ നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.